ഹലോ കൂട്ടുകാരെ, ഇതുണ്ട് റോസയ്ക്ക് നമുക്ക് വളമിട്ട് കൊടുക്കാം. മഴയത്ത് നല്ല തളിര് വരും, നല്ല പൂവുണ്ടാവും. കണ്ടോ? അത് റോസ് മിക്സ് എന്ന പൊടിയാണ് ഇടുന്ന വളമേ. ഫംഗൽ രോഗം ഉണ്ടായിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്യണം. വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതമോ സോപ്പുകളൊക്കെ. കണ്ടോ? വളച്ച് പൊങ്ങിപ്പോയ കമ്പ് ഇങ്ങനെ വളച്ച് നിർത്തിയായില്ലേ, ധാരാളം ശിഖരങ്ങളുണ്ടായി, മൊട്ടുകൾ ധാരാളം ഉണ്ടാവും. കണ്ടോ? ഞാനിങ്ങനെ വളച്ച് നിർത്തിയേക്കുന്നുണ്ട്. വളച്ച് നിർത്തി കെട്ടണം ആകൃതിയിൽ. കണ്ടോ? വളം ഇട്ടേക്കുന്നുണ്ടോ? മണ്ണ് പോലെയുള്ള ഒരു പൊടി കണ്ടോ? മഴ പെയ്തിട്ട് വെള്ളം താന്നു കഴിഞ്ഞിട്ട് വേണം പൊടിയിടാൻ. റോസ് മിക്സ് എന്ന് പറഞ്ഞ പൊടിയാണേ. എല്ലാം ഒത്തിരി പൊങ്ങിപ്പോയി, ഇനി വെട്ടിക്കളയണം. അല്ലെങ്കിൽ പൊങ്ങിയത് ഇങ്ങനെ വളച്ച് പോലെ ഇങ്ങനെ താഴോട്ട് വളച്ച് കെട്ടി വെച്ചാൽ മതി. അപ്പോഴില്ലേ ഇഷ്ടംപോലെ ശരീരങ്ങളുണ്ടാവും. എന്നിട്ട് പൂവെല്ലാം വരും. ഇങ്ങനെ കട്ട് ചെയ്യാതെ അങ്ങനെ ചെയ്യുക. കണ്ടോ? നല്ല റോസപ്പൂ. ഇതാ വളം ഇട്ട് കൊടുത്തോണ്ടോ. ഇപ്പം ലിക്വിഡ് രൂപത്തിലുള്ള വളമൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കാത്തതെന്നല്ല, മഴയല്ലേ, ഫംഗൽ രോഗം ഉണ്ടാകുക. ഒരു കീടബോധമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എപ്പോഴും സ്പ്രേ ചെയ്യണ ഇലകളിലൊക്കെ. മഴക്കാലമല്ലേ, എട്ടുകാലി പോലെയുള്ള ചെറിയ ജീവികൾ വന്നു കൂടു കൂട്ടും. കണ്ടോ? ഇങ്ങനെ വളച്ച് വെക്കണം. ഇപ്പം കണ്ടോ ധാരാളം ശിഖരങ്ങളൊന്നും മൊട്ടുകൾ വന്നിരുന്നുണ്ടോ? അതല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞ് പ്രൂണിങ് ചെയ്യണം. അപ്പോഴും ധാരാളം ശിഖരങ്ങളുണ്ടാവും. കണ്ടോ? കുറേ ഞാൻ വെട്ടിക്കളഞ്ഞു. കണ്ടോ? അതിൻ്റെ ചുവട്ടിലെ പള്ളയൊക്കെ പറിച്ച് കളയണം. ഇത് മഴ കാരണം ഒന്നിനും സമ്മതിക്കുന്നില്ല. നല്ല റോസപ്പൂ ഉണ്ട്. അതുകൊണ്ട് ഇത് റെഡ് കളർ റോസയാണ്. ഇത് ഇളം റോസ്. ഇത് മഞ്ഞ കളർ. കണ്ടോ? നല്ല രസമല്ലേ കാണാൻ. മഞ്ഞ കളർ കണ്ടോ? ഓറഞ്ച് കളറ്, റെഡ് കളറ്. കണ്ടോ? തളിര് ഇഷ്ടം പോലെ വന്നു പ്രൂണിങ് ചെയ്തപ്പോൾ. പ്രൂണിങ് ചെയ്ത് വളമിട്ട് കൊടുത്താൽ മതി. ചായപ്പൊടി ഉണ്ട്, അത് ചായപ്പൊടിയുടെ മട്ടെ. പിന്നെ കളറാന്ന് നോക്കി. എയർപോർട്ടിൽ നട്ടേക്കുന്നുണ്ട്, വെള്ളം കെട്ടിക്കിടക്കില്ല. ചട്ടിയിലാകുമ്പോൾ ഒരു ഹോളല്ലേ ഉള്ളൂ, വെള്ളം പെട്ടെന്ന് കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കുക. നമുക്ക് കമ്പിയോ വല്ലം വെച്ച് കുത്തി വെള്ളം കളയണം കേട്ടോ കൂട്ടുകാരെ. അല്ലെങ്കിൽ വേരുകളൊക്കെ ചീഞ്ഞു പോകും, റോസ കേടായി വരും. അത് മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കീടങ്ങൾ വരാതെ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കുക. ഞാനിവിടെ സാഫ് തളിച്ചു കൊടുക്കും. നല്ല പൂവല്ലേ. ഈച്ചകളൊക്കെ വരുന്നുണ്ട്. മഴയത്ത് നല്ല രസം പൂ നിൽക്കുന്നതാണ് അല്ലേ. ഇത് തളിര് വന്നു. തളിര് ചില കൂമ്പിന് കുരുടിപ്പുണ്ട്. അത് അപ്പം തന്നെ ഞുള്ളിക്കളയണം. അങ്ങനെ ഇപ്പം വളം കിട്ടും. ഇനി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും നല്ല മൊട്ടുകൾ വരും. അല്ല എത്ര എതളാന്ന് നോക്കി, അടങ്ങി. ബഡ് റോസിനെ പ്രത്യേകത പെട്ടെന്നൊന്നും പോകത്തില്ല, അല്ലുകളെ അടർന്നു പോയാൽ. നാടൻ റോസാണ് പെട്ടെന്ന് അല്ലുകളെല്ലാം അടർന്നു പോകും. ഉണ്ടോ? വളച്ച് കെട്ടിയപ്പോൾ എത്ര നോക്കി. ഇത് വൈകുന്നേരത്തെടുത്താൽ അപ്പോൾ നല്ല കളറ് തളിര് വന്ന് കണ്ടോ?
വളം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തളിര് വരും, മൊട്ട് വരും. ഇത് നമുക്ക് ഇങ്ങനെ വളച്ച് വെക്കണം, കണ്ടോ? ഇതിങ്ങനെ പൊങ്ങിപ്പോയത് ഇങ്ങനെ വളച്ച് വെക്കണം, ആകൃതിയിലേ. എന്നിട്ട് കെട്ടണം, കണ്ടോ? ഇങ്ങനെ വളയ്ക്കുക, വളച്ചിട്ട് ഇങ്ങനെ വളച്ചിട്ട് അങ്ങനെ കെട്ടി വെക്കുക. അപ്പോൾ ഒത്തിരി മുള പൊട്ടും, കണ്ടോ? ഇവിടെ എല്ലാം മുള പൊട്ടും. എന്നിട്ട് ശിഖരങ്ങൾ വന്നിട്ട് നല്ല മുട്ടുകൾ വരും, കണ്ടോ? ഇങ്ങനെ വളച്ചു കൊണ്ടേ കെട്ടുക. താഴോട്ട് ഒരു കമ്പ് നാട്ടിയിട്ട് അത്ത കെട്ടിയാൽ മതി, അല്ലെങ്കിൽ വേറെ റോസക്കമ്പ് കെട്ടിയാൽ മതി, കണ്ടോ? ഞാനങ്ങനെ പണ്ട് ഒരു റോസ മാത്രമേ ഉള്ളായിരുന്നു, ഒരു കമ്പ് മുകളിലോട്ട് പൊങ്ങിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ കെട്ടിവെച്ചു, അപ്പം ധാരാളം ശീലങ്ങളും പൂക്കളും ഉണ്ടായി. നിങ്ങളിങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്ക്, കണ്ടോ? ഇങ്ങനെ വളച്ച് കെട്ടണം. അപ്പോൾ ഇതിലെല്ലാം തളിര് വരും, കണ്ടോ? വളച്ച് കെട്ടി വെച്ചത്. അപ്പോൾ ഇവിടെ എല്ലാം മുള വന്ന് നല്ല ശീലങ്ങൾ പൊട്ടിയിട്ട് മുട്ട് വരും, കണ്ടോ? ഇങ്ങനെ ഞാൻ വളച്ചപ്പോൾ അത് ഇച്ചിരി ഒടിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, കണ്ടോ? ശീലങ്ങൾ വന്നിട്ട് മുട്ടിട്ട് വന്നു. ഇങ്ങനെയാണ് വളച്ച് വെക്കുന്നത്. നിങ്ങൾ നോക്ക്, പൊങ്ങിപ്പോയ എങ്ങനെ വെക്കാം. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ? മുളച്ച് വന്ന് കണ്ടോ? ഇങ്ങനെ മുളച്ച എല്ലാത്തിലും മുട്ടും വരും. താങ്ക് യു സോ മച്ച്.